ഹായ് വെൽക്കം ബാക്ക് ടു ഗുരുവിലാസ് മാലക്കൽ അൺസ്റ്റിച്ച്ഡ് സൽവാർ സൂട്ട്സിൻ്റെ കളക്ഷൻസ് കാണാം. എല്ലാം നല്ല പ്യുവറായിട്ട് വരുന്നതാണ്. ജുക്കി സിൽക്കിൽ വരുന്ന ഐറ്റംസാണ്. ജുക്കി സിൽക്ക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഓർഗൻസയിലേക്ക് ഒരു ക്രഷ്ഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സുകൾ ഓരോന്നായിട്ട് കാണാവേ. നല്ല പേസ്റ്റൽ കോമ്പിനേഷൻസാണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് വരുന്നത്. ഗോൾഡൻ ഷെയ്ഡിലേക്ക് നല്ല ത്രെഡ് വർക്കാണ് വരുന്നത്. ആ ത്രെഡ് വർക്ക് വരുന്നത് സ്കാറ്റേഡ് ആയിട്ട് ബോഡി ഫുൾ ഇങ്ങനെ വന്നിട്ട് എൻ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കട്ട് വർക്ക് ഡിസൈനാണ് വരുന്നത്. കട്ട് വർക്കും അതുപോലെ തന്നെ ആ ഒരു ഫ്ലവേഴ്സും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കോമ്പിനേഷനിൽ അത് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് പിങ്ക് പീച്ച് കോമ്പിനേഷനാണ് വരുന്നത്. പിങ്കും പീച്ചും അതുപോലെ തന്നെ ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കോമ്പിനേഷനാണ് വരുന്നത്. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. ക്രഷ്ഡ് ഓർഗൻസിയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയും അതുപോലെ തന്നെ പാൻറ്റും വരുമ്പോൾ സെയിം കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ദുപ്പട്ട ഫുൾ ഇങ്ങനെ ആ ഒരു വർക്കും വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സ്റ്റൈല് വരും. ഫുള്ള് തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വീവാണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഗ്രീൻ ലീഫായിട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൂടെ ആ ഒരു പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കോമ്പിനേഷനിൽ ഫ്ലവറും കൂടെ വരുന്നുണ്ട്. അതുപോലെ ടു സൈഡ് സ്കാല ഫിനിഷിംഗ് ആണ് വരുന്നത്. എൻഡ് വരുമ്പം ടു സൈഡ് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലായിട്ട് വന്നിട്ട് എൻഡ് വരുമ്പോഴത്തേക്കും ഒരു ക്രോഷ് ലേസും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈൽ വരും. ബോട്ടം വരുമ്പോൾ ബോട്ടം സെയിം ടോൺ തന്നെ ബോട്ടാണ് വരുന്നത്. സിൽക്കി ബോട്ടം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്ത് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട്. വിത്ത് ലൈനിങ്ങോടുകൂടി ഇതിൻ്റെ ഇത് വരുന്നത്. നമുക്കിതിൻ്റെ കളേഴ്സുകൾ ഓരോന്നായിട്ട് കാണാവേ. ഇതിൻ്റെത് റേറ്റ് വരുന്നത് 2875 അടുത്ത കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു പീച്ച് കോമ്പിനേഷനാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഗോൾഡൻ കണ്ട ഗോൾഡൻ്റെ തന്നെ കളർ കോമ്പിനേഷനാണ് വരുന്നത്. കളർ ചേഞ്ച് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വരുന്നൊരു പീച്ചാണ്. ആ ഒരു പേസ്റ്റൽ പീച്ചിലേക്കാണ് ഇത് വരുന്നത്. പീച്ച് കോമ്പിനേഷൻ വന്നിട്ട് ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട സെയിം തന്നെ വരും. അതേപോലെ തന്നെ ഫുൾ വർക്കാണ് വരുന്നത്. അത് ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത്. എൻഡിൽ ഇങ്ങനെ ആ ഒരു ക്രോഷ് ലേസും വന്ന് ടു സൈഡ് ആ ഒരു സ്കാല ഫിനിഷിങ്ങും കൂടെ വരുന്നുണ്ട്. ബോട്ടം വരുമ്പോൾ ബോട്ടം സെയിം ടോൺ തന്നെ സിൽക്കി ബോട്ടം വന്നിട്ട് വിത്ത് ലൈനിങ് കോട്ടൺ ആണ് വരുന്നത്. അടുത്ത കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഒരു ഗ്രീനും ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കോമ്പിനേഷനാണ് കേട്ടോ. റേറ്റ് വരുന്നത് 2875 ആണ്. 2875. ഇതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. എൻ്റെ ആ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല സ്കാലപ്പ് ഫിനിഷിങ്ങോടുകൂടി ആ ഒരു കട്ട് വർക്കും കൂടെ വരുന്നുണ്ട്. അതിലേക്ക് നല്ല തിക്കായിട്ട് വരുന്നൊരു എംബ്രോയ്ഡറി ആണ് വരുന്നത്. ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. പേസ്റ്റൽ കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷനൊക്കെ നമ്മൾ റെയർ ആയിട്ട് കാണുന്നൊരു കോമ്പിനേഷൻസാണ്. ഒരു ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു പേസ്റ്റൽ കോമ്പിനേഷനാണ്. ഇതും അതേപോലെ തന്നെ ബോട്ടം വരുമ്പോൾ സെയിം ടോൺ തന്നെ സിൽക്കി ബോട്ടം വന്ന് വിത്ത് ലൈനിങ് വരുന്നുണ്ട്. ലൈനിങ്ങും കോട്ടൻ്റെ തന്നെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ തന്നെയാണ് വരുന്നത്. ഇതും ഒരു പേസ്റ്റൽ ഗ്രീനാണ് വരുന്നത്. ഇതിൻ്റെ വരുമ്പോൾ വർക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. എൻഡിൽ ഇങ്ങനെ ഇതുപോലെ തിക്കായിട്ടുള്ളൊരു കട്ട് വർക്ക് വരുന്നുണ്ട്. അതിലേക്ക് സെയിം ടോൺ തന്നെയാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ടോൺ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. അതുപോലെ ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു സ്റ്റൈല് വരും. ദുപ്പട്ടയുടെ വൺ സൈഡ് ഇങ്ങനെ സ്കാല ഫിനിഷിങ്ങിൽ തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വന്നിട്ട് അടുത്ത സൈഡിലേക്ക് വരുമ്പം ഇങ്ങനെ ഈ ഒരു സ്റ്റൈലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ഉണ്ട്. ആ ലീഫിൻ്റെയൊക്കെ ആ ഒരു കട്ടിങ് അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 2729 വരുന്നത്. 2729 ആണ് വരുന്ന റേറ്റ്. 2729. ഇതും അതേപോലെ തന്നെ ബോട്ടം വരുന്നത് സെയിം ടോൺ തന്നെ ബോട്ടമാണ് വരുന്നത്. സിൽക്കി ബോട്ടം വന്നിട്ട് അതിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട്. വിത്ത് ലൈനിങ് ആണെങ്കിലും നല്ല കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പീച്ച് കോമ്പിനേഷൻ ആണ് വരുന്നത്. ഒരു പേസ്റ്റൽ പീച്ചാണ് വരുന്നത്.
ഇതും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു എൻ ഫിനിഷിംഗ് ആണ് ഭയങ്കര ഭംഗി ഇതിൻ്റെ. എന്നിങ്ങനെ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഇങ്ങനെ വന്ന് ബോട്ടം വരുമ്പോൾ ബോട്ടം സെയിം ബോട്ടം തന്നെ വരുവേ, സെയിം ടോൺ തന്നെയാണ് ബോട്ടം വരുന്നത്. ലൈനിങ് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട്. അതുപോലെ ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ വരും. ദുപ്പട്ടയാണെങ്കിൽ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഒരു 4XL 5XLകാർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഇതിലുണ്ട്. വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് യൂസ് ചെയ്യാൻ നല്ലതുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട കണ്ട് ഈ വൺ സൈഡ് ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള ആ ഒരു വ്യൂ വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ തന്നെ സിമ്പിളായിട്ട് ഒരു ഇഞ്ച് വീതിയിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ആ കട്ട് വർക്കിൻ്റെ ഫിനിഷിങ് ഉണ്ട്, എൻ്റെ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് അത് ചെയ്തിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് കോമ്പിനേഷനാണ് വരുന്നത്. പേസ്റ്റിലാണ്, എല്ലാം ഒരു പേസ്റ്റൽ ചാർട്ടായിട്ട് വരുന്ന കോമ്പിനേഷൻസ് ആണ്. ഇതിൻ്റെത് വരുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടോ, ഈ ഒരു സ്റ്റൈൽ വന്ന് ബോട്ടം സെയിം തന്നെ വരും, വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട്. ബോട്ടം വരുമ്പോൾ ഒരു സിൽക്കി ബോട്ടം ആണ് വരുന്നത്. അതുപോലെ ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ വരും. ദുപ്പട്ടയാണെങ്കിലും നല്ല ലെങ്തും വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ വരും ദുപ്പട്ട. നല്ലൊരു വെറൈറ്റി കോമ്പിനേഷൻസാണ്. നമുക്ക് വൺ സൈഡ് വേണമെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും നല്ലതായിട്ട് അവിടെ ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ ഇതുകൊണ്ട് ഈ സൈഡ് വരുന്നതാണെങ്കിലും അതിൻ്റെ വർക്ക് വരുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ആ ഒരു സിൽക്കിൻ്റെ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ല ലെങ്തും വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക്. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്, പക്ഷെ വർക്കുകൾ ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്രാവശ്യം വന്ന വർക്കുകൾ വേറെ ഒരു ഡിസൈൻ, അതിൻ്റെ വർക്കുകൾ വരുന്നതൊക്കെ. അടുത്തത് വരുന്നതും സെയിം റേഞ്ചിൻ്റെ തന്നെയാണ് വരുന്നത്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് വരുന്നത്. ഇത് എൻഡിലേക്ക് ഇങ്ങനെ തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വന്നിട്ട് മേളിലേക്ക് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ആ ഒരു ബുട്ടാ വ്യൂ വരുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ സെയിം ടോൺ തന്നെ ബോട്ടം വരുന്നുണ്ട്, വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട്. ലൈനിങ് വരുന്നതും നല്ല കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് വരുന്നത്. അതുപോലെ ദുപ്പട്ട ഫുള്ള് ഇങ്ങനെ ഈ ഒരു വർക്ക് വരും, ഇങ്ങനെ വരും ഈ ഒരു സ്റ്റൈൽ. ദുപ്പട്ടയാണെങ്കിലും നല്ല ലെങ്തും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വരുമ്പോൾ കണ്ടോ ഇങ്ങനെ മസ്റ്റേർഡ് യെല്ലോയുടെ ആ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഗോൾഡനും മസ്റ്റേർഡ് യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ല ലെങ്ത് വരുന്നുണ്ട്. നമുക്കിങ്ങനെ 2 സൈഡ് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ 1 സൈഡായിട്ട് ഇട്ടാലും അങ്ങനെ ഇട്ടാലും ഭംഗിയാണ്. ഒരു ഫംഗ്ഷൻ വെയറിനൊക്കെ ആണെങ്കിലും ഇട്ട് പോയാലൊരു സാരി ഉടുക്കുന്ന ആ ഒരു സ്റ്റൈല് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങളുടെ ഷോപ്പ് കാസർഗോഡ് ജില്ലയിൽ മാലക്കല്ലാണ്. താങ്ക് യു.